ഇന്നെന്തായാലും 301 കോളനി വരെ ഒന്ന് പോയി നോക്കാം. അവിടുത്തെ വഴികളൊക്കെ എങ്ങനെയുണ്ട്, വഴിയിൽ ആനയുണ്ടോ, ആന നമ്മളെ പിടിക്കുമോ എന്നൊക്കെ ഒന്ന് അറിയാലോ. അപ്പോൾ ഈ കാണുന്ന മൺവഴിയിലൂടെയാണ് നമുക്ക് 301 കോളനിയിലേക്ക് പോകേണ്ടത്. അവിടെ ഫോറസ്റ്റ് വാച്ചർമാരുടെ ജീപ്പൊക്കെ കിടപ്പുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളോട് പൊയ്ക്കോളാൻ പറഞ്ഞു. നമ്മളങ്ങനെ പതിയെ പോവുകയാണ്. പുറത്തുനിന്ന് ആളുകൾ ചെല്ലുന്നത് അവിടെയുള്ളവർക്ക് അധികം ഇഷ്ടമുള്ള കേസൊന്നുമില്ല. നമ്മൾ ചെല്ലുന്നത് അരിക്കൊമ്പൻ്റെ കാര്യം ചോദിക്കാനും മറ്റുമാണെന്നാണ് അവിടെയുള്ളവരൊക്കെ തെറ്റിദ്ധരിച്ചാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതായാലും 301 കോളനിയിലേക്ക് കയറുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് വരെ ചെന്നിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. നമുക്ക് അങ്ങോട്ടുള്ള വഴിയൊക്കെ എങ്ങനെയുണ്ട് എന്നാണ് അത്യാവശ്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യം കയറി കഴിഞ്ഞപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ മൺവഴി തന്നെയാണ്. കഷ്ടിച്ച് ഒരു വണ്ടി കടന്നു പോകാനുള്ള ഇടയേ ഉള്ളൂ. നമ്മളങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ജീപ്പ് ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ബൈക്ക് ഒതുക്കി കൊടുക്കേണ്ടി വന്നു. ആ ജീപ്പ് കടന്നു പോയതിന് ശേഷമാണ് നമുക്ക് പോകാൻ സാധിച്ചത്. പതിയെ പതിയെ വഴിയുടെ സ്വഭാവമൊക്കെ മാറി മാറി വരുന്നുണ്ട്. മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. രണ്ട് സൈഡിലും പുൽമേടുകളാണ്. ഒരാൾ പൊക്കത്തിലാണ് രണ്ട് സൈഡിലും പുല്ല് വളർന്നു നിൽക്കുന്നത്. ഇവിടെ ഒരാന മറിഞ്ഞു നിൽക്കുകയോ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് പാഞ്ഞെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ഈ പുൽമേടുകളിൽ ആനക്കൂട്ടം മേഞ്ഞ് നടക്കുന്നതൊക്കെ കാണാൻ നമുക്ക് നല്ല രസമായിരിക്കും. ഒരാനയ്ക്ക് ഈ പുൽമേട്ടിൽ നിന്നും ഈ റോഡിലേക്ക് നമ്മുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കാൻ വെറും 2-3 സെക്കൻഡുകൾ മാത്രം മതിയാവും. അതുതന്നെയാണ് ഇതിലെ സഞ്ചരിക്കുന്നവരുടെ ഏറ്റവും വലിയ പേടിയും. അതുകൊണ്ട് 301 കോളനിയിലേക്ക് പോകാൻ വരുന്നവർ ദയവായി ബൈക്കിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. ഈ വരുന്ന ജീപ്പിനെ ഒരാനയായിട്ട് സങ്കല്പിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുവഴിയുള്ള യാത്രയും അതിൻ്റെ ഭീകരാവസ്ഥയും. എത്ര വലിയ മൃഗസ്നേഹിയാണെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ ചങ്കൊന്ന് വിറയ്ക്കുകയും മനസ്സിൽ ഭയം കടന്നുകൂടുകയും ചെയ്യും. എൻ്റെ അവസ്ഥയും മറിച്ചൊന്നുമല്ല. വളരെ ഭയത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതുവഴി യാത്ര ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും അപകടകാരികളായ ആനകൾ വസിക്കുന്നത്. അതുപോലെ തന്നെ 301 കോളനിയിലേക്ക് പോകാൻ ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് ഇവിടുത്തുകാരുടെ ഏറ്റവും വലിയ ദുരിതവും. ഈ വഴിയിലോ ഈ പുൽമേട്ടിലോ ആനക്കൂട്ടം ഇറങ്ങിയാൽ കോളനിക്കാരുടെ അന്നത്തെ ജീവിതം കഷ്ടമാണെന്ന് സാരം. പരമാവധി ഇവിടേക്ക് പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടുത്തെ സ്ഥിരം പ്രശ്നക്കാരനായ അരിക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടിച്ച് നാട് കടത്തിയപ്പോൾ ഇവിടുത്തുകാരുടെ ദുരിതം തീർന്നു എന്നാണ് കരുതിയത്. ഞങ്ങൾ ചില ആളുകളോട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അരിക്കൊമ്പനല്ലായിരുന്നു ഇവിടുത്തെ പ്രശ്നക്കാരനെന്നും ചക്കക്കൊമ്പനും മൊട്ടവാലിനുമാണ് യഥാർത്ഥ പ്രശ്നക്കാർ എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് 2 പേരെയാണ് ചക്കക്കൊമ്പൻ എന്ന കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത് ഞങ്ങൾ പത്രത്തിലൂടെ വായിച്ചറിഞ്ഞ അറിവാണ്. അരിക്കൊമ്പൻ പോയിട്ടും 301 കോളനിക്കാരുടെ ദുരിത ജീവിതം അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴുള്ള കാട്ടാനകളുടെ ആക്രമണം. ഈ പുൽമേടുകൾക്ക് അക്കരെയാണ് ആനയിറങ്കൽ ഡാം. അവിടെ നിന്നും നീന്തി കുളിച്ച് വെള്ളമൊക്കെ കുടിച്ച് വെച്ച് ആനകൾ നേരെ കയറുന്നത് ഈ പുൽമേട്ടിലേക്കും ഇവിടെ നിന്ന് 301 കോളനിയിലേക്കുമാണ്. പട്ടയം കൊടുത്ത് സർക്കാർ ഇവിടെ താമസിപ്പിച്ച 301 കുടുംബങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മനസ്സുമടുത്ത് ഇവിടം വിട്ടു പോയി കഴിഞ്ഞു. ബാക്കിയുള്ളവരാവട്ടെ വന്യമൃഗങ്ങളുടെ ആക്രമണവും സഹിച്ച് പോകാനൊരു ഇടവുമില്ലാതെ പ്രാണഭയത്തോടെ കൃഷിയും ചെയ്ത് ഇവിടെ ജീവിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഏറ്റവും വലിയ കാഠിന്യം ഇവിടുത്തെ പുൽമേടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. മുഴുവൻ പുല്ലും കരിഞ്ഞുണങ്ങിയ നിലയിൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. അതും കാട്ടിലെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതിന് ഒരു കാരണമായി തീരുന്നു. ഇനിയും അധിക ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് എനിക്കൊരു പിടിപാടുമില്ല. കാരണം നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയി ആനയുടെ അണ്ണാക്കിൽ തന്നെ ചെന്ന് കയറി കൊടുക്കേണ്ട യാതൊരു കാര്യവും. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഈ 301 കോളനിയെക്കുറിച്ച് പത്രങ്ങളിലൂടെയും TV-യിലൂടെയും മറ്റുമൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഇവിടം വരെ ഒന്ന് വരാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്തായാലും ഇവിടേക്ക് വരാനുള്ള എൻ്റെ ആഗ്രഹം വളരെ കടന്ന കൈയായി പോയെന്ന് ഈ വഴിയിൽ കയറി 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. ഇനിയിപ്പോൾ എത്ര തവണ മൂന്നാർ വന്നാലും ചിന്നക്കനാൽ വന്നാലും ഇങ്ങോട്ടത്തേക്ക് ഞാൻ ഒരിക്കലും വരത്തില്ല. അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും അധിക ദൂരം ഇനി മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കാരണം മുന്നോട്ടുള്ള വഴികളിൽ എന്തൊക്കെ അപകടങ്ങളാണ് പതുങ്ങിയിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ആ കാണുന്ന മരങ്ങൾക്കപ്പുറം 301 കോളനി തുടങ്ങുകയാണ്.
ഞാനെന്തായാലും അവിടേക്ക് പോകുന്നില്ല. ഇവിടെ നിന്നും വണ്ടി തിരിച്ച് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ 301 കോളനിയിലേക്കുള്ള വഴിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ വീണ്ടും ഒരു വീഡിയോയുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.